നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പുത്തൂരിനടുത്തുള്ള തേവലപ്പുറം ശാസ്താംകാവ് ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നാളെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കഞ്ഞിസദ്യ നടക്കാൻ പോകുന്നത് നാളെ ഈ ക്ഷേത്രത്തിലാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അയ്യപ്പന്മാർക്ക് വേണ്ടിയിട്ട് തുടങ്ങിയ കഞ്ഞിസദ്യയാണ് അത്. അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും നാട്ടുകാരുമൊക്കെ തന്നെ പിന്നീടുള്ള കാര്യങ്ങളിൽ തുടർന്ന് വന്ന് ഇന്ന് അതൊരു വലിയ കഞ്ഞിസദ്യയായി മാറിയിരിക്കുകയാണ്. ഏകദേശം 12ലധികം വരുന്ന വമ്പൻ ചെമ്പുകളിലായിട്ടാണ് ടൺ കണക്കിന് പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു കഞ്ഞിസദ്യ ഇവിടെ നടക്കുന്നത്. ഈ കഞ്ഞിസദ്യയ്ക്ക് ആവശ്യമായ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പ്രദേശത്തെ ഭക്തജനങ്ങൾ എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യുകയാണ്. ആ നാട്ടിലുള്ള ആബാലവൃദ്ധം ജനങ്ങളും ഈ ഒരു പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തന്നെയുണ്ട്. ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീട്ടിലെ സ്ത്രീകളും വൃദ്ധജനങ്ങളും കുട്ടികളും അടക്കമുള്ളവർ ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പച്ചക്കറികൾ അരിയുന്നതിനും മറ്റ് സഹായങ്ങൾക്കും എല്ലാം വേണ്ടി അവിടെ വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ഒരു കഞ്ഞിസദ്യ ഇന്ന് വളരെ പ്രശസ്തി പിടിച്ചു പറ്റിയിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം തന്നെ നാട്ടുകാർ തന്നെയാണ് ക്ഷേത്രത്തിൽ എത്തിക്കുകയും കാലാകാലങ്ങൾ ആയി അവർ തന്നെയാണ് ഈ കഞ്ഞിസദ്യയ്ക്ക് വേണ്ടിയിട്ട് പച്ചക്കറികൾ എല്ലാം തന്നെ അരിഞ്ഞ് വൃത്തിയാക്കി അത് അടുപ്പിലാക്കി കൊടുക്കുന്നതും എല്ലാം ഈ ഭക്തജനങ്ങൾ തന്നെയാണ്. അവരുടെ ഒരു ഒത്തൊരുമയാണ് നമുക്കവിടെ കാണാൻ കഴിയുക. നിരവധി ഭക്തജനങ്ങൾ നാളെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്യും. നിരവധി അയ്യപ്പ ഭക്തന്മാരാണ് നാളെ ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കെട്ട് നിറച്ച് ശബരിമലയിലേക്ക് പോകുന്നത്. നാളത്തെ കഞ്ഞിസദ്യയോടനുബന്ധിച്ച് ചില വിശേഷാൽ പൂജകളും ആഴിയും ഒക്കെ നാളെ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. വൈകുന്നേരമാണ് ആഴി. കഞ്ഞിസദ്യ നടത്തിപ്പിനപ്പുറം നമുക്കിവിടെ കാണാൻ പറ്റുന്ന നാട്ടുകാരുടെ ഒരു ഒത്തൊരുമ തന്നെ.